നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാശിസ്ഥിതി വാരഫലം നമുക്കെങ്ങനെയാണ് നോക്കാം. പ്രത്യേകിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുന്നിലേക്ക് രാമായണ മാസം കർക്കിടകം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വീട്ടിലും ക്ഷേത്രങ്ങളിലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ രാമായണത്തിനെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ക്രമപ്പെടുത്തേണ്ട വഴികൾ അതിലൂടെ നമുക്ക് മനസ്സിനും ശരീരത്തിനും സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഉണ്ടാകും. അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകും. രാമായണത്തിന് അങ്ങനെ ഒരു വളരെ കഴിവുള്ളൊരു ഗ്രന്ഥമാണ്, കൃതിയാണ്, അതൊരു തത്വമാണ്, അതൊരു ധർമ്മമാണ്, നിഷ്ഠയാണ് എന്നൊക്കെ പറയാം. അപ്പോൾ രാമായണത്തിന് ഒരു കഥ എന്നുള്ള രീതിയിലല്ല, ഒരു ധർമ്മത്തിൻ്റെ വഴികാട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ച് മഹാഭാരതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഈ വലിയ ഭാരതമാകുന്ന മഹാഭാരതത്തിലെ ജനങ്ങൾക്ക് വഴികാട്ടി എന്നുള്ളത് ഈ രാമായണവും മഹാഭാരതവും കൃതികൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കർക്കിടകത്തിലെ മറ്റൊരു പ്രത്യേകത, പിതൃക്കൾക്ക് വളരെ പ്രാധാന്യമുള്ള തർപ്പണം, ശ്രാദ്ധം, അവരെ ഊട്ടുക എന്നൊക്കെ പറയുന്ന ആണ്ടുബലി, ഇങ്ങനെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ ചെയ്തു വരുന്നു. നമ്മളിങ്ങനെ ഇരിക്കാൻ, ഇങ്ങനെ ചരിക്കാൻ, ഇങ്ങനെ ജീവിക്കാൻ കാരണക്കാരായിട്ടുള്ള മുൻ തലമുറ, പൂർവ പുണ്യ പിതൃക്കൾ, അവർക്ക് വെച്ചൊരുക്കി ചമച്ചടുക്കി കൊടുക്കുക എന്നുള്ള പിണ്ഡതർപ്പണം എന്ന് പറയും. ഇത് മത്സ്യമായിട്ടും കാക്കയായിട്ടും വന്ന് സ്വീകരിച്ച് പിതൃലോകത്തേക്ക് എത്തിച്ച് അവരുടെ ആത്മീയ സാക്ഷാത്കാരം, മോക്ഷം, സായുജ്യം അല്ലെങ്കിൽ മുക്തി എന്ന് പറയും. ചിലരതിനെ വൈകുണ്ഠ സമ ആരാധന, ഉപചാരം എന്നുള്ള രീതിയിൽ വൈകുണ്ഠപാദം പോവുക, ചിലരതിനെ ബ്രഹ്മലോകത്തേക്ക് വിടുക, സ്വർഗം പോവുക എന്നുള്ളത് പറയും. ചിലരതിനെ കൈലാസപാദത്തിലേക്ക് ചൈതന്യ സ്വരൂപത്തെ സമർപ്പിക്കുക. അപ്പോൾ ആ ചൈതന്യ സ്വരൂപമാകുന്ന ഒരു ആത്മീയ ശക്തി, അത് അനുഗ്രഹമായിട്ട് വരാൻ ഈ പിതൃബലികൾ, പിതൃപൂജകൾ, തിലഹോമങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മളെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കും. വന്ന വഴി എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ ഈ വാരഫലത്തിന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം വിശ്വാസികളെ സംബന്ധിച്ചോളം ഉണ്ട്. ആദ്യം മേടൻ രാശിയിലേക്ക് പോവാം. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടൻ രാശി ഈശ്വരകൃപാ കടാക്ഷം അനുകൂലം തന്നെയാണ്. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് അതിന് പുറപ്പെടാൻ, അതിൽ വൃത്തിയാക്കി അത് സൂക്ഷിക്കാൻ, അതനുസരിച്ചിട്ടുള്ള ജീവിതത്തിൽ ഒരു കളർഫുള്ളായിട്ടുള്ള മാറ്റം വരുത്താൻ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. വാഹനം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുക, അങ്ങനെ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ, പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ സാധ്യത വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ ഇരിക്കുന്നതിനെക്കാട്ടിയും ലഭിക്കുന്നതിനെക്കാട്ടിയും മെച്ചവും ഗുണവും ഈ ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുന്നതുകൊണ്ട് നമുക്ക് നേട്ടം തന്നെ ഉണ്ടാകും. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. വലിയ ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു 34 വയസ്സിന് ശേഷം വരുന്ന ലേഡീസിനെ സംബന്ധിച്ചോളം കുറച്ച് കാര്യങ്ങൾ, ജീവിതചര്യ, ജീവിതശൈലി എന്നൊക്കെ പറയാം, അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അത് വ്യായാമം, ഭക്ഷണം എന്നിവയിൽ ആദ്യം തുടങ്ങുന്നതായിരിക്കും ഉചിതം. സന്ധിവേദന, ജോയിൻറ്റ് പെയിന്, ദഹനത്തിൻ്റെ കുഴപ്പങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, സിസ്റ്റ്, മുഴയുടെ പ്രശ്നങ്ങൾ, ബ്ലീഡിങ്ങിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ അമ്മമാരെ ബാധിക്കുന്ന, പ്രത്യേകിച്ച് 34 വയസ്സിന് ശേഷം 60 വയസ്സിനകത്തുള്ള ലേഡീസിനെ സംബന്ധിച്ചോളം ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം വരെ നമുക്ക് വന്നുകൂടായില്ല.
അത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ ഭക്ഷണം നമ്മളുടെ ശാരീരിക വ്യായാമക്രമം അതൊന്ന് ചിട്ടപ്പെടുത്തേണ്ടത് ആവശ്യം. ഇവിടെ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ വെയിറ്റ് കൂടുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ്. അത് കറക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ധർമ്മമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീഴ്ചകളുണ്ടാകുക എന്നുള്ളതാണ്. ആർക്കായിരുന്നാലും അത് പടി ഇറങ്ങുമ്പോഴാണോ, ബാത്റൂമിലാണോ, തലചുറ്റിയാണോ, സ്ലിപ്പ് ചെയ്താണോ, വണ്ടിയിൽ നിന്നാണോ, ഇതിനു മുമ്പ് ഒരു തവണ ആപത്തില്ലാതെ പോയി. വീണ്ടും ആ വക ദുർഘടകങ്ങൾ നമ്മളെ വേട്ടയാടാൻ പാടില്ല, ബാധിക്കാൻ പാടില്ല. ചെറിയതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്താൽ മതി, കാല് പിന്നെ വെച്ച് കെട്ടി 2 മാസം അനങ്ങാൻ പറ്റാത്ത രീതിയിൽ കിടക്കേണ്ട ദുരവസ്ഥയെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇത് ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് ഈശ്വര കൃപാ കടാക്ഷത്തിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാൻ, വിഘ്നേശ്വരൻ കറുകമാല 3 വ്യാഴാഴ്ച ചാർത്തി പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. മകയിരത്തിലെ തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി. വിദ്യാഭ്യാസം, അത് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് താല്പര്യപ്പെടുന്ന കോച്ചിങ് സെൻറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ സംബന്ധിച്ചും ടെൻഷൻ, എന്നെക്കൊണ്ട് പറ്റുമോ, എനിക്ക് കിട്ടുമോ, സെലക്ട് ആവുമോ എന്നുള്ള കൺഫ്യൂഷൻ, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അത് മാറണം. അത് മെഡിസിൻ ആയിരുന്നാലും എഞ്ചിനീയറിംഗ്, CA ആയിരുന്നാലും ഏത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകാൻ ദൃഢനിശ്ചയമെടുത്തിട്ടുള്ള ഒരു സംസ്ഥാനം മിഥുന രാശിക്കാർ സാധ്യത, സെലക്റ്റായി മുന്നോട്ട് പോകാനുള്ള യോഗം അനുകൂലം തന്നെയാണ്. ഇവിടെ സാരസ്വത അരിഷ്ടം, അത് ശിവഭഗവാനിൽ സമർപ്പിച്ച് ജപിച്ച് കഴിക്കുന്നതുമില്ല. നമ്മുടെ മനസ്സിൻ്റെ ധൈര്യവും കോൺഫിഡൻസും വർദ്ധിക്കും, യാതൊരു സംശയമില്ല. മറ്റുള്ളവർ നമ്മളിൽ കാണുന്ന ചില താല്പര്യക്കുറവുകൾ, ദൃഷ്ടി, വിളിദോഷങ്ങൾ, അതെല്ലാം ഒഴിവായി മുന്നോട്ട് പോകാനും വേണം. രണ്ടാമത്, ഏതെങ്കിലും ഒരു പേപ്പറിന്, ഒരു ചാപ്റ്ററിന് അല്ലെങ്കിൽ ഒരു വിഷയത്തിന് പുറകോട്ട് നിൽക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോയി അരിയർ വരാതെ എക്സാമിൽ ഫുൾഫില്ലായിട്ട് വിജയിച്ച് നമുക്ക് സക്സസ് നല്ല രീതിയിലുണ്ടാകും. അതിനും രാജരാജേശ്വരി കവചിത മന്ത്രം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. അതുപോലെ കായിക മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, മത്സരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രയത്നിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രാക്ടീസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ദുർഘടകങ്ങൾ വന്നുകൂടായികയില്ല. ചില കാര്യങ്ങൾ നമ്മളെ ഒഴിവാക്കി അർഹതയില്ലാത്തവരെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം, അത് പിടിച്ച് നിന്ന്, അതിൽ തളരാതെ പിടിച്ച് നിന്ന് മുന്നോട്ട് പോകാനുള്ള ആർജവത്വം ഉണ്ടായേ പറ്റൂ. സ്വയം ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. പുണർദത്തിൽ കൽപ്പൂയ മാലിന്യം കർക്കിടക രാശി. ഭഗവതി കടാക്ഷം വളരെ ഗുണകരമായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ വരും. അപ്പോൾ അവിടെ നിന്ന് മറിക്കുക, കടമെടുക്കുക, വായ്പ എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വീണ്ടും പോകാൻ നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷേ ബാധ്യതകൾ കൂടി വരുന്തോറും മാനസിക സംഘർഷങ്ങളും കൂടി വരും. ഇതൊരു പ്രതിസന്ധി പ്രശ്നം നാളെ കൊണ്ടെത്തിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ധനം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, സഹകരണ ബാങ്കുകളിലും മറ്റു കാര്യങ്ങളിലും ധനം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആശ്വാസമുള്ള വക, സാമ്പത്തികം കിട്ടാനുള്ള വക നമ്മൾ ശ്രമിച്ചാൽ അനുകൂലമാക്കിയിടും. മൊത്തമായിട്ടും കിട്ടുമെന്നുള്ളതല്ല, കുറച്ചെങ്കിലും നമുക്കൊരു അത്യാവശ്യത്തിന് സാമ്പത്തികം കിട്ടാനുള്ള വഴി തുറക്കുന്ന മാസം തന്നെയാണ് ഈ കർക്കിടകം, ചിങ്ങം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വാസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടക്കേണ്ടത് തടസ്സങ്ങൾ മാറി നടക്കാൻ, രജിസ്ട്രേഷൻ നടക്കാൻ, കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ദൈവാധീനത്തിന് വേണ്ടി ശിവഭഗവാന് 5 തിങ്കളാഴ്ചയെങ്കിലും ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. മകം, പൂരം, ഉത്രത്തിക്കാല്, ചിങ്ങരാശി. ഈശ്വര കടാക്ഷം അനുകൂലം തന്നെയാണ്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ പുറമേക്ക് വെച്ച് സെറ്റിൽമെൻറ്റ്, ഒത്തുതീർപ്പിലേക്ക് വരാൻ നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ കുറച്ചൊരു വീട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ
ന്യായമായിട്ടുള്ള രീതിയിൽ അത് ഒത്തുതീർപ്പെത്തി മുന്നോട്ട് പോകാൻ പറ്റും. വെറുതെ സമയം നഷ്ടപ്പെടുത്തി ആർക്കും ഇല്ല എന്നുള്ള അവസ്ഥയിൽ ആ കുടുംബ ഷെയറിൻ്റെ തർക്കം നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു അർത്ഥവും കാര്യവും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. രണ്ടാമതൊരു വിവാഹത്തിനെ പറ്റി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചോളം, താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം, നമ്മുടെ വീടും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം വരാനും ഉറയ്ക്കാനും ഈ ചിങ്ങം മുതൽ വൃശ്ചികം വരെ നമ്മൾ കൂടെ താല്പര്യപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു സെക്കൻഡ് മാരേജ് ഓപ്ഷൻ അനുകൂലമാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. സ്വയംവര അർച്ചന ഭഗവതി ക്ഷേത്രത്തിൽ 7 ദിവസം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ളതാണ്. സ്വയംവരാർച്ചന നടത്തുന്നത് ഉത്തരത്തിൽ മുക്കാൽ അർത്ഥം ചിത്തിരത്തര കന്നിരാശി ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നമ്മളോടുണ്ടാകുന്ന പ്രതികരണവും പ്രതിസന്ധിയും നമ്മളെ വല്ലാതെ മാനസിക സങ്കടത്തിലാക്കും. ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വന്നുകൂടായില്ല. ഇത് ചില പ്രത്യേക താല്പര്യപൂർവ്വം നമ്മളുടെ വൈരാഗ്യവും വാശിയോ ആ ശത്രുതാ മനോഭാവമോ ഉണ്ടായിക്കൊണ്ട് ഇത് കുടുംബകാര്യങ്ങളെയും ബാധിക്കും. വീട്ടിനകത്തൊരു പരസ്പരം ധാരണയും താല്പര്യവും ഇല്ലാതെ തെറ്റിദ്ധാരണയും അവിശ്വാസവും വരുന്ന അവസ്ഥ. രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം, എല്ലാ കാര്യത്തിലും ഒരു പിടിവാശി, വൈരാഗ്യം. അത് ഗൃഹാന്തരീക്ഷത്തിലുണ്ടാകുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പരിവർത്തനം. അത് മാറ്റിയെടുക്കാൻ നമ്മൾ സ്വയം തീരുമാനിച്ചേ പറ്റൂ. ഗൃഹത്തിൽ ഭഗവതി പൂജ ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ മാറി ഗൃഹാന്തരീക്ഷം കൂടുതൽ വർണ്ണശബളമാകാൻ ദൈവാധീനം സഹായിക്കും. ഭഗവതി സേവ ചെയ്യും. ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇവിടെ ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട 2 പ്രേതാത്മാക്കളുടെ പോക്കുവരവ് ശാപപാപബന്ധന ദൃഷ്ടി. എന്നെ മറന്നോ എന്നുള്ള ചോദ്യം. അതിലൊരു കുഞ്ഞിൻ്റെ ഉണ്ട്, കന്യാവ്, മുതിർന്ന ആളുടെ ഉണ്ട്. അത് തിരുനെല്ലിയിലോ തിരുവല്ലത്തോ തിരുമുല്ലവാരത്തോ വർക്കലയിലോ അങ്ങനെ രാമേശ്വരത്തോ ഒക്കെ കൊണ്ടുപോയി മുമ്പ് അവർ ചെയ്തത് തൃപ്തിയാവാതെ നിൽക്കുന്ന ദോഷ ദൃഷ്ടി ശാപം എന്ന് പറയാം. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം. ലക്ഷ്മീനാരായണ പൂജ തിലഹോമം ചെയ്ത് ത്രിഭൂഷണം, ചന്ദ്രക്കല, താലി, നാമം, പൊട്ട് ഇത് 3 സങ്കല്പിച്ച് ഉപചാര സമർപ്പണം ചെയ്ത് പാൽപ്പായസ നിവേദ്യം വിഷ്ണു ഭഗവാന് സമർപ്പിക്കുക. ഈ വക ദുർമൃതി, ശാപപാപ ബന്ധന ദോഷങ്ങൾ നമുക്കോ നമ്മുടെ കുടുംബത്തെയോ വരയ്ക്കുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്, ശല്യപ്പെടുത്തുന്നത് ഒഴിവായി കാര്യങ്ങൾക്കൊരു പുരോഗതി ഉണ്ടാവും. കടയിൽ മുട്ടുന്ന അവസ്ഥ, നിഴലോടുന്നതായിട്ട് തോന്നുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ശാപപാപം അത് ഒഴിവാക്കിയെടുക്കുന്നത് ഈ ലക്ഷ്മീനാരായണ പൂജയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. വിഷ്ണുപാദത്തിൽ പാൽപ്പായസ ഉപചാര സമർപ്പണം നൈവേദ്യം നടത്തുന്നതും ശരിയായിട്ടുള്ള സമയമാണ്. വിശാഖത്തിൽ കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. വൃശ്ചികരാശിയെ സംബന്ധിച്ചോളം ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചോളം പലതരത്തിലുള്ള ആലോചനകൾ, നല്ല ആലോചനകൾ, പൊരുത്തമുള്ളതൊക്കെ വന്നിട്ടും തെറ്റി മാറിപ്പോകുന്നു. ഏജ് ഓവറായി വരുന്നു. മകളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഒരു നല്ല ബന്ധം നടന്ന് അവൾക്കൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല എന്നുള്ള സങ്കടം വീട്ടുകാർ. ഒത്തിരി പ്രപ്പോസലുകൾ വന്നു, പെണ്ണ് കാണാനൊക്കെ വന്നിട്ട് ഒന്നും ഉറയ്ക്കുന്നില്ല. അവളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി. എൻ്റെ കുഞ്ഞിനൊരു നല്ല ബന്ധം നടക്കണമെന്നുള്ള ആഗ്രഹം. മകനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പല പെണ്ണ് കാണലും കാര്യങ്ങളും ഒക്കെ പോയിട്ടും നല്ലൊരു മരുമകൾ വന്ന് കയറാത്തതിൻ്റെ ദുഃഖം. അവനോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഓരോരോ കാര്യങ്ങളായിട്ട് പോകുമ്പം എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന മോനൊരു പെണ്ണാലോചിച്ച് കൊടുക്കണ്ടേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ തടസ്സത്തിനുള്ള കാരണം പ്രത്യേകിച്ച് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഗുളികൻ്റെയും ചൊവ്വയുടെയും പാപബന്ധന ദൃഷ്ടിയാണ് ഈ മംഗല്യ തടസ്സം. ഇതിന് ലക്ഷ്മീനാരായണ ചക്രം ഗൃഹത്തിൽ വെച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കണം. ഇതിനിടയ്ക്ക് 3 പ്രപ്പോസൽ വരാനും
അതിലൊന്ന് ഉറച്ച് നല്ലൊരു ബന്ധം ജീവിതത്തിൽ ഉപചാര യോഗത്തോടുകൂടി മുന്നോട്ട് പോകാൻ വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയുമുള്ള സ്വത്ത് ധനം എന്നുള്ള മോഹത്തിൽ ഉപരി വിശ്വാസം ആത്മാർത്ഥതയും സന്തോഷം ഉണ്ടാകുന്ന ഒരു ജീവിത രീതി പങ്കാളിയെ നമുക്ക് കണ്ടെത്തി വിവാഹം ചെയ്യാൻ പറ്റും. യാതൊരു അതിൽ ലക്ഷ്മി നാരായണ ഉപചാര സമർപ്പണം ചെയ്ത് സ്വയംവര ചക്രം, അതാണ് 41 ദിവസം അതിൻ്റെ മുന്നിലാണ് നെയ്വിളക്ക് കത്തിക്കേണ്ടത്. മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി കച്ചവട മേഖലയിൽ വലിയ സംരംഭങ്ങളല്ല, ചെറുതായിട്ടുള്ള ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം പെട്ടെന്ന് സ്തംഭനാവസ്ഥയിൽ വന്ന് പൂട്ടിക്കെട്ടേണ്ട സാഹചര്യം വന്നുകൂടായില്ല. സാമ്പത്തിക പ്രശ്നം, നിയമപ്രശ്നം, പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ വിശ്വാസക്കുറവിൻ്റേതായിട്ടുള്ള പ്രശ്നം, ഇതെല്ലാം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടോ, കാരണം വീണ്ടും നഷ്ടത്തിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം, എന്തിന് ചിട്ടിയോ പിരിവോ പോലും കിട്ടാത്ത അവസ്ഥ, ബാങ്ക് വായ്പ മുടങ്ങിയതിൻ്റെ പ്രശ്നങ്ങൾ, നോട്ടീസ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട് ആൾക്കാരെ സംബന്ധിച്ചോളം. ഈ വരുന്ന സെപ്റ്റംബർ കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകും. അതുവരെ നമ്മളെ സ്ഥാപനമോ അല്ലെങ്കിൽ ബിസിനസ്സോ കണ്ടിന്യൂ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമുക്കൊരു നല്ല സമയം വരുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും നോക്കുമ്പം ധന ആകർഷണ കവച മന്ത്രം, അത് ധനത്തെ കൊണ്ടുവരുന്നതിന് മാത്രമല്ല നിലനിർത്തുന്നതിനും കൂടെ. അപ്പം ധനം വന്നു കഴിഞ്ഞിട്ടും കാര്യമില്ല. 100 റുപ്യ വന്നാൽ 200 റുപ്യയായിട്ട് പോയിട്ട് എന്താ കാര്യം? ഈ അവസ്ഥ അത് ബിസിനസ് മേഖല. സർവീസ് മേഖലയിൽ നിൽക്കുന്ന കോൺട്രാക്റ്റ്, ബിൽഡേഴ്സ് തുടങ്ങിയുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും ഈ സാമ്പത്തിക ക്രയവിക്രയത്തിൽ ബ്ലോക്ക് പലപ്പോഴും വന്നുകൂടായില്ല. ഇത് മറ്റാരടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ഇതൊക്കെ അഭിനയിക്കുക. ബാങ്കിലും ലോക്കറിലും പെട്ടിയിലും ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ള പലരുടെയും പറച്ചിലും ധാരണയും നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാവും. അപ്പോൾ ഇതിനെ മറികടക്കണം. അഷ്ടലക്ഷ്മി ചക്രം സ്ഥാപനത്തിലോ ഗൃഹത്തിലോ വച്ച് 11 ചൊവ്വാഴ്ചയും 11 വെള്ളിയാഴ്ചയും അക്ഷയദീപം കത്തിക്കുക. അക്ഷദീപം എന്ന് പറയുമ്പോൾ നാരങ്ങ വിളക്ക്, ചെറുനാരങ്ങ മുറിച്ച് നീര് കളഞ്ഞ് തോടിൽ തിരിയിട്ട് കത്തിക്കുക എന്നുള്ളതാണ്. നെയ്യ് ഒഴിച്ച് കത്തിക്കുക. ഈ ഭാവുക പാപദോഷങ്ങളും സ്തംഭന ദോഷങ്ങളും മാറി കാര്യങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാവും. അഷ്ടലക്ഷ്മി ചക്രം. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചോളം അത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും ബിസിനസ്സിനായിരുന്നാലും വളരെ അനുകൂല കാര്യം വരുന്ന 2 വർഷം പോകുന്നത് കൊണ്ട് വിജയം തന്നെയാണ്. ശരിയായൊരു അർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തി കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണമെന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. സീരിയൽ മേഖലയിലും സിനിമാ മേഖലയിലും വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതുതായിട്ടുള്ള 1-2 പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് ഗുണകരമായിട്ട് വരുന്ന നവംബർ ഡിസംബറിന് മുമ്പ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഒരു പരിധി വരെ അത് വിജയത്തിലെത്തിക്കാനും പറ്റിയ സമയമാണ്. പക്ഷേ അതിനിപ്പോഴേ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. സാമ്പത്തികം ഒരു വിഷയമേ അല്ല, അത് വന്നു ചേരുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ഇവിടെ രുദ്രേശ്വരി കവചിത മന്ത്രം നല്ല രീതിയിൽ പൂജിച്ച് അത് നമ്മുടെ സാമീപ്യം നമ്മുടെ പേഴ്സിലോ ഡ്രോയ്ക്കകത്തോ ബാഗിലോ സൂക്ഷിക്കുന്നത് വളരെ വിശേഷമാണ്. കാരണം പലതരത്തിലുള്ള എതിർപ്പും അസൂയാലുക്കളും വൈരാഗ്യഭാഷികളും നമ്മുടെ ഈ യാത്രയെ വിജയത്തെ നമുക്ക് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്നത് ബ്ലോക്ക് ചെയ്യണം. അതിനാണ് ശ്രീ രുദ്രേശ്വരി കവചിത മന്ത്രമോ ശരഭമുദ്രയോ നമ്മളോടൊപ്പം സാമീപ്യം ഉണ്ടായിരിക്കുന്നത്. വ്യക്തമായിട്ടും കാര്യങ്ങൾ തിരിച്ചറിയും മുന്നോട്ട് പോകാനും വെളിച്ചം കിട്ടുമെന്നുള്ള യാതൊരു. അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും തൊഴിൽ സ്ഥലത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട്. അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശി വൈരാഗ്യം നമ്മളിൽ കാണിക്കാനും നമ്മളെ ബലിയാടാക്കണം. സസ്പെൻഷൻ, ട്രാൻസ്ഫർ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം, ചില കോക്കസിൻ്റെ കളി ഉണ്ടായിരിക്കാം, നുണയും പാരവയ്പും എന്ന് തന്നെ പറയാം. കിട്ടറിഞ്ഞിട്ട് പോകണോ വേണ്ടേന്ന് തോന്നിപ്പോവും. പക്ഷേ ന്യായമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വരാൻ ഒക്ടോബർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ന്യായമായിട്ടുള്ള അവകാശമായിട്ടുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് അനുകൂല തീരുമാനം ഉണ്ടായി വിജയിക്കാനും മുന്നോട്ട് പോകാനും പറ്റും. സുബ്രഹ്മണ്യ ഭഗവാന് 7 ദിവസം തുടർച്ചയായിട്ട്
സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഈ പ്രതിസന്ധിയും പ്രശ്നങ്ങളിലുള്ള മാനസിക സംഘർഷവും കുറച്ച് മുന്നോട്ടുള്ള ധൈര്യവും ഈശ്വരാനുഗ്രഹവും കിട്ടും. 7 ദിവസം മുരുകസ്വാമിക്ക് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ്. പുരുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി. ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഗൃഹത്തിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരാം. നിരന്തരം രോഗാവസ്ഥ, മരുന്ന് ഒഴിയാത്ത സ്ഥിതി, എന്തെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും അത് വാതപിത്ത കഫ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വീഴ്ചയും ഉണ്ടാകും. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ ചെറുതായിട്ടായിരുന്നാലും ശരി തന്നെ, ജോയിൻറ്റ് പെയിൻ ആയിരുന്നാലും ശരി തന്നെ, ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ മരുന്നുകൾ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൻ്റെ അവസ്ഥ രോഗാണു ദുരിതബന്ധനം, അത് ഇന്ന് മറികടക്കണം എന്നുള്ളത് സത്യമാണ്. രണ്ടാമത്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ഇടപാടുകളും കൈക്കെത്തിയിട്ട് വഴുതി പോകുന്ന അവസ്ഥ, ആ തടസ്സങ്ങൾ മാറണം. ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ചലഞ്ചസ് വരുമെങ്കിലും കാര്യങ്ങൾക്കുള്ള പുരോഗതി ഈ കർക്കിടകം കഴിഞ്ഞാൽ മാറ്റമുണ്ട്. അതോടൊപ്പം വിസിറ്റിംഗ് എടുത്ത് വിദേശത്ത് പോയി ജോലി തേടാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാനും വിജയിക്കാനും സാധ്യത. ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ആ ബ്ലോക്ക്, തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മഹാത്രിപുര സുന്ദരി കവചിത ചക്രം ഗൃഹത്തിൽ വച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കുക. വളരെ നല്ല മാറ്റമുണ്ടാവും. കാര്യങ്ങൾ, ഇറങ്ങുന്ന കാര്യങ്ങൾ, പോകുന്ന കാര്യങ്ങൾ വിജയത്തിലെത്താനും, സ്തംഭിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ ആ സ്തംഭനാവസ്ഥ മാറി അനുകൂലമാകാനും ഈശ്വര കടാക്ഷം, ദൈവാധീനം തുണയേകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച